വേദപുസ്തക ചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണവും യേശുക്രിസ്തുവിന്റെ കല്ലറയിലെ അടക്കവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ധ്യാനിക്കാത്ത ആരും തന്നെയില്ല. ഇവിടെ ക്രിസ്തുവിന്റെ കാൽവരി മരണം മാനവരക്ഷതയുടെ വലിയ വിടുതലിന് കാരണമായി തീർന്നുവെങ്കിൽ യേശുക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. ആ കല്ലറ വാതുക്കലേക്ക് അതിരാവിലെ പോകുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഇന്ന് അല്പനേരം ധ്യാനിക്കുവാൻ പോകുന്നത്. സ്തോത്രം. സുഗന്ധവർഗങ്ങളും ഒരുക്കി യേശുക്രിസ്തുവിനെ കാണുവാൻ അവിടേക്ക് ആ സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കും. അവരുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, 3-ാമത്തെയും 4-ാമത്തെയും വാക്യം. നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്. ക്രിസ്തുവിന്റെ കാൽവരി മരണം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് സകല മനുഷ്യരും ഒന്നിച്ചു വിളിച്ചു പറയുമ്പോൾ ഇല്ല, അവന്റെ വാക്കുകളിൽ അവർ വിശ്വസിച്ചു. മരിച്ചു എങ്കിലും അവൻ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഞാനിവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടൊരു ആത്മീക സന്ദേശം കൂടെ ഓർപ്പിക്കാം. ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്, അരിമത്തിക്കുന്ന യോസഫിന്റെ അടക്കം ചെയ്തത്, ദൈവത്തിന് സ്തോത്രം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്, ഒരു ദൈവ പൈതലിൽ ഇനിയും ഒരു മരണമുണ്ടെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും ഒക്കെ വെളിപ്പെടുത്തി കാണിക്കുവാൻ വേണ്ടിയാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവരെന്നൊക്കെ നമുക്ക് വചനത്തിൽ വായിക്കുകയാണ്. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നാം മരിക്കണം. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവൻ ഒരു മരണം കൊണ്ട് അവന്റെ ജീവിതം തീരുന്നില്ല. വീണ്ടും അവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുക, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവീൻ എന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കും. ഇവിടെ മർക്കോസ് വെളിപ്പെടുത്തുകയാണ്. ആ സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോകുമ്പോൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ രാത്രി അവർ കണ്ടു. സ്തോത്രം. കല്ലറയ്ക്ക് ചുറ്റും കാവലാണ്. റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് മുദ്ര ചെയ്തിരിക്കുകയാണ്. വലിയ കല്ലാണ്, ആർക്കും ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ രാവിലെ അവരുടെ മനസ്സിൽ ചോദ്യം, ഞങ്ങൾ കല്ലറയ്ക്കൽ പോകുക, ഞങ്ങൾക്ക് യേശുവിനെ എങ്ങനെ കാണാൻ പറ്റും? ഹല്ലേലൂയ. ആ ശവശരീരമെങ്കിലും ഒന്ന് കണ്ടിട്ട് സുഗന്ധവർഗം പൂശിയിട്ട് തിരിച്ചു പോരുവാൻ കുതിച്ചിറങ്ങിയ സ്ത്രീകൾ കല്ലറ വാതുക്കൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. അവർക്ക് വേണ്ടി ആരോ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. എനിക്ക് ഈ വചനം കേൾക്കുന്നവരുടെ സന്ദേശമുണ്ട്. കാണുവാൻ, യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സം മുമ്പിൽ വന്നാലും ആ തടസ്സത്തെ ഉരുട്ടി മാറ്റുവാൻ ദൂതന്മാരെ ഇറക്കി നിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നവനാ ദൈവം. അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അവരറിയുകയാണ്. അല്പ സെക്കൻഡുകൾക്കകത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ സന്ദേശം എന്ന് കേൾക്കുന്നവരോട് പറയാം, സ്തോത്രം, നാം സേവിക്കുന്ന ദൈവം മരിച്ചു മൺമറഞ്ഞ ദൈവമല്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി ഈ വചനം പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ഉള്ളവനായിട്ടുള്ള ഒരു യേശുവിനെയാണ് നാം വെളിപ്പെടുത്തുന്നത്. നമുക്ക് ആ കർത്താവിനെ മുറുകെ പിടിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കല്ലറ വാതുക്കലെത്തിയ സ്ത്രീകളുടെ ആഗ്രഹത്തെ എന്റെ ദൈവം സാധിപ്പിച്ചു കൊടുത്തത് കൊണ്ട് സ്തോത്രം. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിടാതെ മുറുകെ പിടിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം. ഗോഡ് ബ്ലസ് യു.